നമസ്കാരം, എല്ലാവർക്കും CAD ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു ഡയമെൻഷൻസിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഡയമെൻഷനിൽ ആംഗുലർ എന്ന് പറഞ്ഞൊരു കമാൻഡാണ്. ഓക്കെ, അതല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് DAN, ഡയമെൻഷൻ ആംഗുലർ. അപ്പോൾ ഇതിൽ DAN. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ആംഗുലറിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട് സെലക്ട് ആർക്ക്, സർക്കിൾ അല്ലെങ്കിൽ ലൈൻ. ഓക്കെ, ഇപ്പോൾ ആർക്കിൻ്റെ ആയിരിക്കാം, ആർക്കിൻ്റെ ഇൻക്ലൂഡ് ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാനായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സർക്കിളിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ലൈൻ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു, അഗെയിൻ ഞാൻ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടോ ഇതിൻ്റെ ഒരു ഇന്നർ ആംഗിൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു എത്രയാണ് അതിൻ്റെ ഒരു ഡിഗ്രി എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, 41 ആണെങ്കിൽ 41 ആ ഒരു ഡിഗ്രി നമുക്ക് കറക്റ്റായിട്ട് അതിൽ കിട്ടും. ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം എൻ്റെ ലെയർ ഒന്ന്. ഓക്കെ, ഇനി ഇത് തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ ഒരു ഔട്ടർ ആംഗിളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനിവിടെ ഡയമെൻഷൻ ആംഗുലർ എടുത്തു. ഞാൻ ഇവിടെ ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തു, സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്തു. ഔട്ടറിലേക്ക് പോകുമ്പോൾ കണ്ടോ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ദാറ്റ് മീൻസ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ബോട്ടം ലൈൻ്റെ ഒരു എക്സ്റ്റൻഷനും പിന്നെ ടോപ്പിൽ നിന്നുള്ള ലൈനിൻ്റെ ഉള്ള ആംഗിളാണ്. ആണോ, ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ആംഗിൾ നമുക്കിതിൽ കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ഔട്ടർ ആംഗിൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഡയമെൻഷൻ ആംഗുലർ എടുക്കുക. ഇവിടെ നമുക്ക് സ്പെസിഫൈ വെർട്ടെക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ആംഗിൾ വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു കോർണർ പിക്ക് ചെയ്യുക. അഗെയിൻ ഈ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് നമ്മൾ പിക്ക് ചെയ്യുക. ഇതിന് എൻഡ് പോയിൻറ്റോ മിഡ് പോയിൻ്റോ ഏതായാലും കുഴപ്പമില്ല. അഗെയിൻ സെക്കൻഡ് ലൈനിലെ ഒരു പോയിൻറ്റും പിക്ക് ചെയ്യുക. ദെൻ ഇനി നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ കണ്ടോ ഇതിൻ്റെ ഒരു ആംഗിൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡയമെൻഷൻ ആംഗുലർ എന്ന് പറഞ്ഞ ഒരു ടൂൾ വരുന്നത്. ബാക്കി ഇതിൽ നമുക്ക് ടെക്സ്റ്റൊക്കെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിൽ കണ്ടിരുന്നു ടെക്സ്റ്റ് ആംഗിൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിലും കോമൺ ആണ്, അത് വെച്ചിട്ട് നിങ്ങൾക്കതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡയമെൻഷനിൽ തന്നെ ഇവിടെ ജോഗ്ഡ് എന്ന് പറഞ്ഞൊരു ഡയമെൻഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെയാണ്. ജസ്റ്റ് നമുക്ക് എന്താ പറയുക, ഇവിടെ ഒരു ജോഗ്ഡ് പോലെ കൊടുത്തിട്ട് ഒരു ഡയമെൻഷൻ പ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ജോഗ്ഡ് എടുക്കുക. ഓക്കെ, അതല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് DJO എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ജോഗ്ഡ് ഡയമെൻഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ആർക്കോ അല്ലെങ്കിൽ സർക്കിളോ ഉണ്ടായിരിക്കണം. ഞാൻ ഈ ഒരു ആർക്കൂടെ പിക്ക് ചെയ്തു. ഇനി ചോദിക്കുന്നത് സ്പെസിഫൈ സെൻറ്റർ ലൊക്കേഷൻ ഓവർ റൈറ്റ്. ഓക്കെ, അപ്പോൾ നോർമലി നമുക്കറിയാം, അപ്പോൾ നമ്മളൊരു റേഡിയസ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ സർക്കംഫറൻസിൽ നിന്ന് നേരെ ഇതിൻ്റെ എന്താ പറയുക സെൻറ്ററിലേക്ക് അല്ലേ, ഇങ്ങനെ ഒരു ആരോ കൊടുത്തിട്ടായിരിക്കും ഇവിടെ 6 എന്ന് എഴുതാം. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ലൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓവർ റൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്, സെൻറ്റർ ലൊക്കേഷൻ എന്നിട്ട് ഇവിടെ പിക്ക് ചെയ്തു. കണ്ടോ, അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യുന്നതാണ് പിന്നെ അതിൻ്റെ സർക്കംഫറൻസിലേക്ക് വരുന്നത്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് സ്പെസിഫൈ ഡയമെൻഷൻ ലൈൻ ലൊക്കേഷനാണ്. ഡയമെൻഷൻ ലൈൻ ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഞാനിപ്പോൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടോ ഈ ഒരു ഡിസ്റ്റൻസാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലേ, മുകളിലേക്ക് മൂവ് ചെയ്താൽ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ ഇത് എത്ര ഗ്യാപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത് അതാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത് ആദ്യം. അത് ക്ലിക്ക് ചെയ്താൽ പിന്നെ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസ്. അതിനുശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എത്രയേ ഉള്ളൂ. ഒന്നുകൂടി പറയാം, ഡയമെൻഷൻ എടുത്തു. അഗെയിൻ നമ്മളിതിൽ ജോഗ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ആർക്കോർ സർക്കിൾ നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പകരം എനിക്ക് വേണമെങ്കിൽ പിന്നറിൽ വേണമെങ്കിൽ ഇന്നർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ പിക്ക് ചെയ്തു. കണ്ടോ, കുറച്ച് വലിയ ടെക്സ്റ്റ് ആയതുകൊണ്ട് നമ്മളൊന്നെങ്കിലും കുറച്ചുകൂടി പുറത്തായിട്ട് പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക ഡിസ്റ്റൻസിൽ പിക്ക് ചെയ്യായിരിക്കും നന്നായിരിക്കാം. ഇനി വേണ്ടത് നമ്മൾ ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോണത്, ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, പിന്നെ വേണ്ടത് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസാണ് നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ ജോഗ്ഡ് ഡയമെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ശരിക്കും ഇതിൽ ജോഗ്ഡ് ഡയമെൻഷൻ. ഇനി നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇതിൽ ഡയമെൻഷനിൽ ഇവിടെ ഒരു സെൻറ്റർ മാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, അതായത് നമുക്കൊരു സർക്കിൾ അല്ലെങ്കിൽ ആർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ എക്സാക്ട്ലി നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സെൻറ്റർ എങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ഡയമെൻഷനിൽ ഡിം സെൻറ്റർ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് DCE എന്നാണ്. DCE എൻ്റർ ചെയ്യുക. ജസ്റ്റ് നമ്മളൊരു സർക്കിൾ സെലക്ട് ചെയ്യുക. ഉണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഒന്നുകൂടി ഞാൻ പിക്ക് ചെയ്തു. ഇതിൻ്റെ സെൻറ്റർ വേണമെങ്കിൽ എനിക്ക് ഇതിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ, ഇവിടെ ഒരു സെൻറ്ററിൻ്റെ ഒരു മാർക്കാണ്. അപ്പോൾ ഈ സെൻറ്റർ മാർക്ക് നമുക്ക് വേണമെങ്കിൽ സെൻറ്റർ ലൈൻ ആക്കാം. ചില കേസസിൽ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, സെൻറ്റർ മാർക്ക് ചിലപ്പോൾ ആ ഒരു കമാൻഡ് ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. ഓക്കെ, ദാറ്റ് മീൻസ് സെൻറ്റർ മാർക്ക് എടുക്കും, പക്ഷേ ഇത് പ്രത്യേകിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും കിട്ടാത്തത് എക്സിറ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് നമുക്കിതിൽ 3 സ്റ്റൈൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സെൻറ്റർ മാർക്ക് വേണമെങ്കിൽ നമുക്ക് സെൻറ്റർ മാർക്കാക്കാം,
ലൈൻ ആക്കാം അല്ലെങ്കിൽ നൺ, നമുക്കത് ഒഴിവാക്കാം. അങ്ങനെ ഒരു 3 ഓപ്ഷൻ നമുക്കിതിൽ ഡയമെൻഷൻ്റെ സ്റ്റൈലിൽ കിടക്കുന്നുണ്ട്. സ്റ്റൈൽ എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നിരുന്നാൽ പോലും ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് ഡയമെൻഷനിൽ നമ്മളിവിടെ ഡയമെൻഷൻ സ്റ്റൈലിലേക്ക് വരാം. അതല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് D ആണ്. അഗെയിൻ അതിനുശേഷം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ISO 25 ആയതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാണ്. മോഡിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് സിമ്പിൾസ് ആൻഡ് ആരോസിൽ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ സെൻറ്റർ മാർക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സപ്പോസ് നമ്മളിവിടെ നൺ ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ സെൻറ്റർ മാർക്ക് എന്ന് പറഞ്ഞ കമാൻഡ് അവിടെ നമുക്ക് ആക്റ്റീവായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓക്കെ പറഞ്ഞു വെച്ചോളൂ. ഇത് ക്ലോസ് ചെയ്തു. ഇനി ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സെൻറ്റർ മാർക്കിൻ്റെ തൽക്കാലം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇനി ഡയമെൻഷൻ എടുക്കുക, സെൻറ്റർ മാർക്ക് എടുക്കുക. കേട്ടോ, കാര്യം മനസ്സിലായില്ലേ? അവിടെ ഒരു സിസ്റ്റം വേരിയബിൾ ഉണ്ട്, dim CEN, അതിൻ്റെ വാല്യൂ 0 ആണ് നിൽക്കുന്നത് അല്ലേ, 0 നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്. അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും എന്ത് ചെയ്യുക, ഡയമെൻഷൻ സ്റ്റൈലിൽ പോവുക. ഡയമെൻഷൻ സ്റ്റൈലിൽ പോയിട്ട് ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ മാർക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്. ഇതിന് പറയുന്നത് ലൈൻ ആണെങ്കിൽ ലൈൻ ഇടാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ ലൈൻ ഇട്ടു, ദെൻ ഇവിടെ ഓക്കെ പറഞ്ഞു, ക്ലോസ് ചെയ്തു. ഇനി ഡയമെൻഷൻ എടുത്തു, ഞാൻ വീണ്ടും ഇവിടെ സെൻറ്റർ മാർക്ക് എടുത്തു, ഇത് പിക്ക് ചെയ്തു. കണ്ടോ, അപ്പോൾ നമുക്കിതുപോലെ ഒരു മാർക്കായിട്ട് ഇവിടെ കിട്ടും. ഇനി ഈ മാർക്കിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. മാർക്കിൻ്റെ സൈസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടി ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഡയമെൻഷൻ സ്റ്റൈലിൽ പോയതിന് ശേഷം മോഡിഫൈയിൽ സിമ്പിൾസ് ആൻഡ് ആരോസിൽ തന്നെ ആയിരിക്കണം. ഇവിടെ .9 കിടക്കുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് എനിക്കൊരു 2 അങ്ങനെ എന്തെങ്കിലും വാല്യൂ ഒക്കെ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഡയമെൻഷനിൽ ഇതുപോലെ തന്നെ ഡയമെൻഷൻ സെൻറ്റർ മാർക്ക് എടുത്തിട്ട് കണ്ടോ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്കായിട്ട് നമുക്കിതിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡയമെൻഷനിൽ സെൻറ്റർ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടിയും അതിൽ ഓർത്തിരിക്കുക. ഡയമെൻഷൻ സ്റ്റൈലിൽ പോയിട്ട് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡയമെൻഷനിൽ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞൊരു ഡയമെൻഷനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് DOR. DOR ഞാൻ എൻ്റർ ചെയ്തു. അപ്പോൾ എന്താണ് ഓർഡിനേറ്റ് ഡയമെൻഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മെയിൻലി ഇതിൻ്റെ ഒരു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹോൾ ടേബിളൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലും. മെക്കാനിക്കലാർക്കാണ് അതിൻ്റെ യൂസ് വരുന്നത്, സിവിലാർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മളിപ്പോൾ ഒരു പോയിൻ്റ് പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയിൻറ്റിന് എന്തുണ്ടായിരിക്കും, ഒരു ID ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു X വാല്യൂ ഉണ്ടായിരിക്കും, Y വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ശരിക്കും നമ്മൾ ഹോൾ ടേബിളൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സപ്പോസ് ഒരു പ്ലേറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ഒരു പ്ലേറ്റിലാണെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു കോർണർ നമ്മളിപ്പോൾ 0 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടണം എന്ത് ചെയ്യണം, ഇതിൻ്റെ പോയിന്റ്. ഇപ്പോൾ നമ്മൾ CNC മെഷീനിലൊക്കെ ഇതിനെ നമ്മൾ എന്താ പറയുക, ഒരു ഹോൾ നമ്മൾ ഡ്രിൽ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് എക്സാക്ട്ലി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് നമുക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ X വാല്യൂ Y വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിൽ നമുക്ക് ഇതിപ്പോൾ 0 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇതിൻ്റെ X, എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇതിൻ്റെ Y. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ X ഓർഡിനേറ്റും Y ഓർഡിനേറ്റും നമുക്ക് ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു കോർണർ പിക്ക് ചെയ്യണം. സോ അത് പിക്ക് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ 0 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ നമുക്കിത് ജസ്റ്റ് വേണമെങ്കിൽ ഓർത്തോ ഓൺ ചെയ്യാം, സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇവിടെ 0 എന്ന് ഞാനിവിടെ പിക്ക് ചെയ്തു. കാരണം വെച്ചാൽ ഇത് 0 ഞാൻ വരച്ചിരിക്കുന്നത്. അടുത്തത് ഇതിൻ്റെ Y. ഓക്കെ, Yയും ഞാനിവിടെ ഇത് 0 ആണ്. ഇനിയാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ എന്താ പറയുക, ഈ ഒരു സർക്കിളിൻ്റെ ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ഓർഡിനേറ്റ് ഡയമെൻഷൻ എടുത്തു, ഇത് പിക്ക് ചെയ്തു. കണ്ടോ, അപ്പോൾ ഇവിടെ കണ്ടോ Xൽ ഇത് 10 യൂണിറ്റ് മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം, ഇത് പിക്ക് ചെയ്യാം, ഇത് വീണ്ടും Xൽ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി X വാല്യൂ കാണിക്കും, ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ഇതിൻ്റെ Y വാല്യൂ കാണിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ രണ്ടും 30 ആയതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ ഇത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ നോക്കി കണ്ടോ, ഇത് 10 തന്നെയാണ്, അതേസമയം ഇത് കണ്ടോ 40 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഞങ്ങൾക്കൂടെ X ഡാറ്റ ഉണ്ട്, Y ഡാറ്റ ഉണ്ട്. വൺസ് ഞാനിവിടെ X ഡാറ്റം എന്ന് കൊടുത്താൽ പിന്നെ നമുക്ക് X വാല്യൂ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എങ്ങോട്ട് നമ്മൾ മൂവ് ചെയ്താലും X തന്നെയായിരിക്കും, Y പിന്നെ കിട്ടില്ല. അതേസമയം നമ്മൾ Y ഡാറ്റം എന്ന് ചൂസ് ചെയ്താൽ പിന്നെ Y മാത്രമേ കിട്ടുള്ളൂ, X കാണിക്കില്ല. ഓക്കെ, അപ്പോൾ എനിക്കിതിൻ്റെ വേണ്ടത്, എനിക്കിതിൻ്റെ ഒരു Y ആണ് വേണ്ടെങ്കിൽ ഞാനിവിടെ Y കൊടുത്തു. കാരണം ഇത് ഓൾറെഡി ഇതേ ലൈനിലായതുകൊണ്ട് ഇത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ലൈൻ അല്ലെങ്കിൽ ഡോട്ടർ ലൈൻ ഇട്ട് കൊടുത്താൽ മതി, സെൻട്രൽ ലൈൻ ഇട്ട് കൊടുത്താൽ മതി. വീണ്ടും ഞാനത് സെലക്ട് ചെയ്തു, ഇതിൻ്റെ X വാല്യൂ കൊടുത്തു, ഇതിൻ്റെയും അതുപോലെ തന്നെ Y വാല്യൂ ഇവിടെ കൊടുത്തു. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെയും ഇതുപോലെ X ഡാറ്റവും അതുപോലെ തന്നെ ഇതിൻ്റെ Y ഡാറ്റവും നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഇതിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കണ്ട. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ X ഓർഡിനേറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ പറഞ്ഞ Y ഓർഡിനേറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു യൂസ് വരുന്നത്. അപ്പോൾ ഇതിൽ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ മാർക്കൊക്കെ ചെയ്യും കേട്ടോ, സെൻറ്റർ മാർക്കൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്റർ മാർക്കും കൂടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡയമെൻഷൻ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ ഇതിൻ്റെ കളേഴ്സ് ഒന്ന് മാറ്റണം, നമ്മുടെ ലെയർ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞ ലെയറിലേക്ക് തന്നെ ഇതിനൊന്ന് മാറ്റണം. ഓക്കെ, ഇതും കൂടിയും ഒന്ന് ഡയമെൻഷൻ ലെയറിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ രീതിയിലൊരു ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡയമെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ യൂസ് അതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി.